നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസിൻ്റെ പ്രോബ്ലംസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഐട്രേറ്റഡ് ഇൻ്റഗ്രൽസിൽ നോൺ കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യണമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഇതിൽ ലിമിറ്റ്സ് എക്സിൻ്റെ ടേംസിലുള്ള ലിമിറ്റ് ആണെങ്കിലാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമുക്കൊരു പ്രോബ്ലം നോക്കാം. വൈയുടെ ടേംസിൽ ലിമിറ്റ് വന്നാൽ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ dy dx എടുക്കണോ dx dy എടുക്കണോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ dx dy എന്നുള്ള ഫോമുല തന്നേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to √a² - y² ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടെ വൈയുടെ ടേംസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം എന്നാണ് പറഞ്ഞത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കണം ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പോൾ എക്സ് ആണ് ഇവിടെ വന്നേക്കണമെങ്കിൽ, എക്സിൻ്റെ ടേംസിലാണ് ലിമിറ്റ് വന്നേക്കണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കണം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് തന്നേക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സോ ഇൻ്റഗ്രൽ 0 to a ഇൻ്റഗ്രൽ 0 to a ഇൻ്റഗ്രൽ 0 to √a² - y² √a² - y², then √a² - x² - y² dx dy. അപ്പോൾ ഓർഡർ സെയിം തന്നെയാണ്, dx dy എന്നുള്ള ഫോമിൽ തന്നെയാണ് തന്നേക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നോക്കുക, √a² - x² - y² എന്നുള്ള ഫോമിലാണ്. അപ്പോൾ എനിക്കിതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന്ന് എനിക്ക് ഇൻ്റഗ്രൽ നമുക്ക് പഠിച്ചേക്കുന്ന ഒരു ജനറൽ ഫോർമാറ്റിലേക്കൊന്ന് മാറ്റണം. അതായത് √a² - x² dx അതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? x/2 × √a² - x² പ്ലസ് a²/2 × sin inverse of x/a. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ √a² - x² എന്നുള്ള ഫോമിലോട്ട് ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത്, അതുകൊണ്ടാണ് a² - x² എന്നുള്ള ഫോമിലോട്ട് മാറ്റാൻ പോകുന്നത്. അപ്പം ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ എന്തെടുക്കണം? a² - y² എന്നുള്ള ടേമിനെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കേണ്ടത്. സോ ദിസ് ടേം ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a then integral 0 to √a² - y² ഇൻറ്റു സ്ക്വയർ റൂട്ടിനകത്ത് എങ്ങനെ കൊടുക്കണം? a² - x² a² - y² വേണം. a² - y² അടുപ്പിച്ച് എഴുതി, ദെൻ -x². ഓക്കെ, -x², ദെൻ dx dy ഇങ്ങനെ എഴുതി. ഇനി നമ്മളിതിനെ സ്ക്വയർ റൂട്ടിൻ്റെ ടേംസ് എല്ലാം മാറ്റണം. നമുക്ക് √a² - x² എന്നുള്ള ഫോമിലോട്ടാണ് ആക്കേണ്ടത്. അപ്പോൾ ഈ റൂട്ടിനകത്ത് റൂട്ട് എന്നുള്ള ഫോമിലോട്ട് എഴുതുന്നതിന് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a ഇൻ്റഗ്രൽ 0 to √a² - y², ആദ്യം ആ വലിയ സ്ക്വയർ റൂട്ട് ഇട്ടു, ദെൻ a² - y² ആണ് ഇവിടുത്തെ. അപ്പോൾ a² - y² സ്ക്വയർ റൂട്ടിൻ്റെ ടേമിൽ എഴുതണം. എനിക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആ റൂട്ടിനകത്ത് വരണം, അങ്ങനെ വരണം. ഓക്കെ, അപ്പോൾ ഈ a² - y² എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് a² - y² ഹോൾ സ്ക്വയറിന് എഴുതാമല്ലോ. ഈ a² - y² സ്ക്വയർ റൂട്ട് ഓഫ് a² - y² എഴുതി, അതിൻ്റെ സ്ക്വയർ, ദെൻ -x². a² അങ്ങനെ നിർത്തി. ഓക്കെ, ഇത്രയും dx ദെൻ dy. വ്യത്യാസമൊന്നുമില്ല ഇതിനകത്ത്. ഈ a² - x² സ്ക്വയർ റൂട്ട് ഓഫ് a² - y² ഹോൾ സ്ക്വയറിന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ജനറൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് x² - a² അല്ലെങ്കിൽ a² - x² എന്നുള്ള ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ച വാല്യൂ ആണ് ഇൻ്റഗ്രൽ √a² - x² dx എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു x/2 × √a² - x² പ്ലസ് a²/2 × sin inverse of x/a. ഇത് പഠിച്ചല്ലേ? അപ്പോൾ ഈ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a. സോ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇത് നോക്കിയിട്ട് നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് എടുത്തെഴുതാം. അപ്പോൾ ഇവിടെ a² പ്ലേസിൽ എന്താ വന്നേക്കുന്നത്? a² പ്ലേസിൽ എയുടെ പ്ലേസിൽ എന്താ വന്നേക്കുന്നത്? √a² - y² എന്നാണ് വന്നേക്കുന്നത്. അതിൻ്റെയും സ്ക്വയറാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ എയുടെ പ്ലേസിൽ √a² - y². അപ്പോൾ ഈ ഇക്വേഷനിൽ എയുടെ പ്ലേസിൽ അത്രയും വാല്യൂ തന്നാൽ എക്സ് തന്നെ എഴുതാം. x/2 × √a² - y². എയുടെ പ്ലേസിലാണ് ഈ മാറ്റം വന്നേക്കുന്നത്. √a² - y². അപ്പോൾ സ്ക്വയർ റൂട്ടിനകത്ത് √a² - y²
ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമായി പ്ലസ് ദെൻ അടുത്ത ടേം എന്താണ്? a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ ആണ് നമ്മുടെ ജനറൽ ഫോമിൽ. അപ്പോൾ ഇവിടെ എയുടെ പ്ലേസിൽ എന്താണ്? റൂട്ട് ഓഫ് a² മൈനസ് y² ആണ്. അപ്പം അതിൻ്റെ സ്ക്വയർ വേണം എടുക്കാൻ. അപ്പോൾ റൂട്ട് ഓഫ് a² മൈനസ് y²ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് a² മൈനസ് y². a² മൈനസ് y² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ എന്നാണ് ജനറൽ ഫോമിൽ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എ എന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് y². ഓക്കെ, അപ്പോൾ ആ മാറ്റം എന്താണ് വന്നേക്കുന്നത്? എയുടെ പ്ലേസിൽ വെറുതെ എ അല്ല എടുത്തേക്കണേ, സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് y² എന്നാണ് നമ്മുടെ ഗിവൺ ഇക്വേഷനിലുള്ള നമ്മുടെ പ്രോബ്ലത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. എയുടെ പ്ലേസിൽ റൂട്ട് ഓഫ് a² മൈനസ് y² എന്നാണ് വരിക. ഇനി ഇതിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം. സോ ദിസ് ഇൻറ്റു അപ്പർ ലിമിറ്റ് 0 ടു എങ്ങനെയാണ് പറയുന്നത്? റൂട്ട് ഓഫ് a² മൈനസ് y². അപ്പോൾ കുറച്ച് ശ്രദ്ധയോടെ ചെയ്താലേ ഈ പ്രോബ്ലം തെറ്റാതെ നമുക്ക് കിട്ടുള്ളൂ. അത്രയും dy. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു a x/2 ഇൻറ്റു ഇവിടെ ഏതിൻ്റെയൊക്കെ പ്ലേസിലാണ് ഈ റൂട്ട് ഓഫ് a² മൈനസ് y² കൊടുക്കേണ്ടത്? എക്സിൻ്റെ പ്ലേസിലൊക്കെ റൂട്ട് ഓഫ് a² മൈനസ് y² എന്ന് കൊടുക്കണം അല്ലേ? എക്സിൻ്റെ പ്ലേസിലൊക്കെ റൂട്ട് ഓഫ് a² മൈനസ് y² എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ റൂട്ട് ഓഫ് a² മൈനസ് y² കൊടുത്താൽ റൂട്ട് ഓഫ് a² മൈനസ് y² ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ടിനകത്ത് റൂട്ട് ഓഫ് a² മൈനസ് y² ഓൾറെഡി ഉണ്ട്, അതിൻ്റെ സ്ക്വയർ ഉണ്ട്. ദെൻ മൈനസ് എക്സിൻ്റെ പ്ലേസിൽ സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് y² കൊടുത്തു, അതിൻ്റെയും സ്ക്വയറാണ്. ഓക്കെ, ശ്രദ്ധയോടെ എഴുതണം. ദെൻ പ്ലസ് അപ്പർ ലിമിറ്റായ a² മൈനസ് y² ബൈ 2. ദെൻ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് y² ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് y². ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ മൈനസ് അടുത്ത ടേം എഴുതണമെന്ന് നോക്കി. എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിപ്പോവും. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 0 വരും, അതും 0 ആയിപ്പോവും അല്ലേ? ഓക്കെ, എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുത്താൽ അതും 0 ആയിപ്പോവും. അപ്പോൾ ബാക്കി രണ്ട് ടേമും 0 എഴുതണമെന്നില്ല. ഓക്കെ, ദാറ്റ് dy. സോ ദിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു a. വാല്യൂസ് കൊടുത്ത് നോക്കിക്കേ. ഇവിടെ റൂട്ടിനകത്ത് എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് y² ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് y² ഹോൾ സ്ക്വയർ. രണ്ട് ടേം എന്താണ്? 0 ആയിപ്പോവും. അപ്പോൾ ഫസ്റ്റ് ടേം മൊത്തം 0 ആയിപ്പോവും. 0 പ്ലസ് നെക്സ്റ്റ് ടേം നോക്കിയാൽ a² മൈനസ് y² ദെൻ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് a² മൈനസ് y² ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a² മൈനസ് y. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 1 വരില്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്നിവിടെ വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ദെൻ മൈനസ് 0 അങ്ങനെ തന്നെ. ദെൻ dy. അത്രയും dy എന്നാണ് വരിക. ഓക്കെ, അത്രയും dy എന്നാണ് വരിക. അതായത് a² മൈനസ് y² ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 dy എന്ന് വരും അല്ലേ? അത് സോൾവ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പിൽ ഇൻറ്റഗ്രൽ 0 ടു a² മൈനസ് y² ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 dy എന്ന് വരും. എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1ൻ്റെ വാല്യൂ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് π/2 ആണ്. സൈൻ 90 അല്ലേ? 1. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? π/2 ആയിരിക്കും. അപ്പോൾ വാല്യൂ ഇവിടെ എഴുതാം. ഇൻറ്റഗ്രൽ 0 ടു a π/2. ഇവിടെ ഒരു 2 ഉണ്ട് ഓൾറെഡി. π/2 അപ്പോൾ π/4 വരും. π/4 ഇൻറ്റു a² മൈനസ് y² dy എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആ π/4നെ ഔട്ട് സൈഡ് എടുക്കുവാണ്. ഇൻറ്റഗ്രൽ 0 ടു a² മൈനസ് y² dy. ഇനി ഓരോ ടേമിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു a² എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ a² dy എന്ന് പറയുമ്പോൾ നമുക്ക് വരേണ്ടത് a² y എന്ന് വരും. a² ഇൻറ്റു y ദെൻ മൈനസ് y²ൻ്റെ ഇൻറ്റഗ്രൽ y³ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു വൈയുടെ പ്ലേസിൽ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ a² ഇൻറ്റു a ദെൻ മൈനസ് a³ 3 ദെൻ രണ്ട് ടേമിലും 0 കൊടുത്താൽ രണ്ട് ടേമിലും വൈയുടെ ടേം ഉണ്ട്, അതുകൊണ്ട് രണ്ടും 0 ആയി പോകുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു a³ അല്ലേ? a² ഇൻറ്റു a³ മൈനസ് a³ 3 എന്ന് വരും. ദാറ്റ് ഈസ് π/4 ഇൻറ്റു
3a³ മൈനസ് a³ ബൈ 3. എൽസിഎം എടുത്ത് കഴിയുമ്പോൾ ദാറ്റ് ഇസ് 5/4 ഇൻറ്റു 3a³ മൈനസ് a³ 2a³. 2a³ ബൈ 3. ഓക്കെ, അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്താൽ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 5/2 എന്നിവിടെ വരും. ഓൾറെഡി ഇവിടെ ഒരു 3 ഉണ്ട്, അപ്പോൾ 5/6 ആവും. 5/6 ഇൻറ്റു a³ എന്ന് വരും. സോ ദാറ്റ് ആൻസർ ഈസ് 5/6 ഇൻറ്റു a³. ഓക്കെ.